ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇതാ ഏകദേശം രാവിലെ ഒരു 4:45 കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കുക കേട്ടോ. പിന്നെ തലേ ദിവസം നന്നായി തിളപ്പിച്ച് തണിയാൻ വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ വയനാട്ടിൽ. പിന്നെ സുബഹി ബാങ്ക് കൊടുത്ത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷാബാസ് മോന് മദ്രസിൽ പോയി, ഷാഫ്ക നടക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ്. ഫിദമോൾ കിടക്കുന്ന ബെഡ്റൂം പിന്നെ ഫിദമോൾ തന്നെ ക്ലീൻ ആക്കിയിടും കേട്ടോ. അപ്പോൾ ഷബാസിൻ്റെ റൂമും പിന്നെ ഞങ്ങൾ കിടന്ന റൂമൊക്കെ അങ്ങ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഒരു 6:45-7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മഞ്ഞുണ്ട്, നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ് കേട്ടോ ഇപ്പോൾ വയനാട്ടിൽ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഗ്രീൻ പീസ് കുറുമയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ കുത്തപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് റവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റവ വെച്ചൊക്കെ കുത്തപ്പം തയ്യാറാക്കാം. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഇനി മറ്റേ വീഡിയോ ചാനലിലാണോ എന്ന് ഓർമ്മയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകിയതിന് ശേഷം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പയർ ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഫിദമോളും ഷബാസൊക്കെ ട്യൂഷനിൽ കയറും. ആ സമയത്ത് പിന്നെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നിസ്കാരം, അരുപസ്കാരം, ഇഷാസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും അരിയാനൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞു വെക്കും, തുണികൾ മടക്കുക, അങ്ങനത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അത് കഴുകിയിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ചേർത്ത് നന്നായി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് വേഗം മുറ്റം അടിച്ചു വരാന്ന്. മുറ്റത്ത് അധികം വൃത്തിയേടൊന്നുമില്ല, കുറച്ച് ചപ്പുണ്ട്, അതങ്ങ് അടിച്ചു വാരി കളഞ്ഞു കേട്ടോ. മുറ്റം മൊത്തം അടിക്കൽ കഴിഞ്ഞ് ഇനി വേഗം പയറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ചെറിയുള്ളിയും വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ വേവിച്ച പയർ അതൊന്നങ്ങ് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ആ വേവിച്ച പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ പയർ വേവിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുകയും ചെയ്യാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അയില മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിലിട്ടോ. ആ ഒരു തവയിൽ തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചവും തക്കാളിയും കൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മസാലയൊക്കെ ഏകദേശം ഉണ്ട്. അപ്പോൾ എന്നാലും കുറച്ച് മുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്തുടഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് സുർക്കയാണ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേർത്തിട്ടുള്ള ആ ഒരു മസാല ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ എരിവ് നോക്കുമ്പോൾ വേണമെന്ന് തോന്നി അപ്പോൾ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. കുറഞ്ഞ തീയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുളി നോക്കിയിട്ട് അതിന് ഭാഗമായിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി നമ്മൾ ഈ ഒരു കല്ലിൽ നിന്ന് ഈ ഒരു മസാലയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന പരുവം വരെ നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഏകദേശം ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ വെളിച്ചെണ്ണയിലായിരുന്നു മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു എണ്ണയിലാണ് നമ്മൾ ഈ ഒരു ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി ഒക്കെ ചേർത്ത് പുളിവെള്ളമൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് വഴന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇതേപോലെ
മുകളിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ വെക്കണം എന്നില്ല, വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊരിച്ചിട്ടുള്ള ആ ഒരു ക്രിസ്പിനെസ് പോയി സോഫ്റ്റായി കിട്ടും. അതുകൊണ്ട് ഞാൻ മുഴുവനും വെക്കുന്നില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇതിൻ്റെ ഗ്രേവിയും ഈ ഒരു പൊരിച്ച മീനും അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. പിന്നെ നമ്മൾ കറിയായിട്ട് മോര് കറിയായിരുന്നു ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മറ്റേ കുക്കിംഗ് ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ, പല വെറൈറ്റീസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മറ്റൊരു വ്ളോഗിൽ ഞാൻ ഇതിൻ്റെ ഫുൾ റെസിപ്പി കാണിക്കാം. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, വറവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെ, സാദാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ റെസിപ്പി വീഡിയോസ് ഞാൻ ഇടാം. മോര് കറി വെക്കുന്ന ദിവസം ഒന്നെങ്കിൽ ഇതേപോലെ മീൻ തവ ഫ്രൈ ചെയ്യും, അതുപോലെ എന്തെങ്കിലും ഒരു ഉപ്പേരി പയറുപ്പേരി എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ബീഫ് വരട്ടിയത്, പപ്പടം, അങ്ങനത്തെ സംഭവമൊക്കെയാണ് നല്ല എന്താ പറയുക നല്ല കോംബോ. അപ്പോൾ ഇതാ ഇന്നത്തെ റെസിപ്പികൾ ഇത്രയൊക്കെയുള്ളൂ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക്